എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സ്പോട്ട് അഡ്മിഷനുള്ള അപേക്ഷകൾ കോൾ ഫോർ ചെയ്യാൻ പോവുകയാണ്. ജൂലൈ മാസം 19 മുതൽ 21 വരെയാണ് സ്പോട്ട് അഡ്മിഷനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കാൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായിട്ടും കൂടി ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിലെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ പോകാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സ്പോട്ട് അഡ്മിഷൻ നടപടിക്രമങ്ങൾ ജൂലൈ മാസം 19 മുതൽ 21 വരെ നടക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ കൂടെ പ്രധാനമായിട്ടും പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം, അപേക്ഷ ജൂലൈ മാസം 19 മുതൽ 21 വരെയാണ് അപേക്ഷകൾ നടക്കുക. ഇതിൽ പരമാവധി ഒരു വിദ്യാർത്ഥിക്ക് 10 ഓപ്ഷനുകൾ വരെ ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി അപേക്ഷ നൽകാം. ഒരു വിദ്യാർത്ഥിക്ക് 10 ഓപ്ഷൻ വരെ അലോട്ട്മെന്റായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാമെന്നുള്ള വിവരം പ്രധാനമായും ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നുള്ള ചോദ്യത്തിന് ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, ഇതുവരെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിച്ചു, പക്ഷെ നിങ്ങൾക്ക് ഒരു കോളേജിലും ഒരു കോഴ്സിലും അലോട്ട്മെന്റ് ലഭിച്ചില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത പോയ വിദ്യാർത്ഥികൾ, നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം, അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിലവിൽ പ്രവേശനം ലഭിക്കുകയും അഡ്മിഷൻ എടുക്കാത്തത് മൂലം എന്തെങ്കിലും കാരണവശാൽ അഡ്മിഷൻ ക്യാൻസലായി പോയ വിദ്യാർത്ഥി, അതായത് നിലവിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചു, നിങ്ങൾ അഡ്മിഷൻ എടുക്കാത്തത് മൂലം നിങ്ങൾക്ക് ലഭിച്ച പ്രവേശനം നഷ്ടമായി പോയി, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഇതിനായിട്ട് അപേക്ഷിക്കാം. നിലവിൽ ഏതെങ്കിലും കോളേജിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും, നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത് തുടരുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ആണെങ്കിലും നിങ്ങൾക്കും ഇതിനായിട്ട് അപ്ലൈ ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ എല്ലാ തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഇതിനായിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പ്രധാനമായും ശ്രദ്ധ പതിപ്പിക്കേണ്ട വിഷയം. ജൂലൈ മാസം 19 മുതൽ 21 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വെബ്സൈറ്റ് വഴി ഓപ്ഷനുകൾ ആഡ് ചെയ്താലും അതാത് കോളേജുകളിലേക്ക് പോയി അപേക്ഷകൾ നേരിട്ട് സമർപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ഈ വർഷം ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അപേക്ഷകളുടെ എണ്ണം കൂടുവാനും ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓരോ കോളേജുകളിലും നേരിട്ട് പോയി അപേക്ഷകൾ സമർപ്പിക്കണമായിരുന്നെങ്കിൽ ഈ വർഷം ഓൺലൈനായിട്ടാണ് അപേക്ഷ. അതുകൊണ്ട് തന്നെ വരുന്ന അപേക്ഷകളുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണെന്നുള്ള വിവരം വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ്. എന്താണെങ്കിലും സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെച്ച് കഴിഞ്ഞു. ഇനിയും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒന്നുകൂടെ വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായും നമ്മൾ മറുപടി തരാൻ ശ്രമിക്കാം. കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു സംശയം തന്നെ പറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മളിത് വീഡിയോ തന്നെയായിട്ട് ചെയ്യും. അപ്പോൾ പുതിയ കാണുന്നവരെ, മൈ നെയിം ഈസ് കറിയാം, the founder of Career for Tech, the career guidance. Thanks for watching. Bye.